സിസ്റ്റേഴ്സിന് ജീവിക്കാൻ മാർഗമില്ലാണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോകുക. നമ്മളിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് ആർക്കും പെൻഷൻ തരണം. നമ്മളറിയാതെ എന്തെല്ലാം പരിഷ്കാരം. എനിക്ക് ഞാൻ പത്മഭൂഷൺ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടില്ല, വെറുതെ അബദ്ധമാണ് പറഞ്ഞത്. ഈ പത്മഭൂഷൺ കിട്ടിയതിൻ്റെ കാരണം എന്താണ്? മൈക്രോ ഫൈനാൻസ് കോടിക്കണക്കിന് കൂടെ കൊടുത്ത് സമുദായത്തെ ഒന്നാകെ സംഘടിപ്പിച്ചു, വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തി. ഇതെല്ലാം കണക്കിലെടുത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു അംഗീകാരം തന്നു എങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയതല്ല. അത് നിങ്ങൾക്കെല്ലാം കൂടെ കിട്ടിയതാണ്, നമുക്കെല്ലാം കൂടെ. കാരണം ഈ സംഘടന ഈ ജീവിതത്തിലാക്കണമെങ്കിൽ നിങ്ങളുണ്ടായതുകൊണ്ടല്ലേ ഇതെല്ലാം നടന്നത്. നിങ്ങളില്ലെങ്കിൽ നടക്കുക. ഞാൻ സംഘടന എന്ന് പറഞ്ഞു നടന്നത് ഈ തെരുവിൽ കിടന്ന് വീരുള്ള എന്നുള്ളതല്ലാതെ ഇത് അണിചേരാൻ നിങ്ങളെല്ലാം വന്നു. മൈക്രോ ഫൈനാൻസ് കോടിക്കണക്കിന് നിങ്ങൾ വാങ്ങിച്ചു. അത് തന്നെ ഒരു വിപ്ലവം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. മൃദേവശീലം, സമ്പാദ്യശീലം, വൃത്തി, വിനയം, ഇങ്ങനെ ഒരു ഈശ്വരഭക്തി, ഇതെല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ അതിലൂടെ സാധിച്ചു. അതെല്ലാം നിങ്ങളുടെ എല്ലാം സഹകരണമാണ്. നിങ്ങളുടെ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ ഇത് വിജയിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ഇടുക്കിക്കാർക്ക് ഞാൻ എന്നും വാരിക്കൊള്ളു. ഒരു തവണ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഭയങ്കര വിശ്വാസമാണ് ബാങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു യൂണിയൻ ബാങ്ക് വെച്ച് ചോദിച്ചു, ഒരു 50 കോടി ചിലവാക്കി തരണം, DRI സ്കീമാണ്, 4% പലിശ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ചിലവാക്കി തരാം. അവർ വിചാരിച്ചാണ്ട് ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെയൊന്നും ചെയ്യാനാൻ പറ്റില്ല. ആലപ്പുഴ, ഇടുക്കി ആ 50 കോടി രൂപ 4% ഉള്ളത് 50 കോടി പ്രോസസ്സ് ചെയ്തവർക്ക് സമയത്ത് തീർക്കാനത്തില്ല. 48 കോടിയോളം രൂപ തന്നത് ഇടുക്കിയിലാണ്. അത് കുറച്ച് നിങ്ങളുടെ യൂണിയൻ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ മേടിച്ചവരെല്ലാം കൃത്യമായി അടച്ചു. ഇത്തരം ഒരു കൃത്യവും സത്യമായും പെരുമാറുകയും പ്രവർത്തിക്കുകയും സംഘടനാബദ്ധമുണ്ട്. പോലെ നിങ്ങളൊന്നും ഇവിടുത്തുകാരില്ല. കേരളത്തിന് നാനാഭാഗത്തു നിന്ന് വന്ന് കുടിയേറ്റക്കാരൻ. അപ്പോൾ കേരളത്തെ കാണണമെങ്കിൽ ഇടുക്കി വന്നാണ്. എല്ലാ പ്രദേശത്തെ ആളുകളിലൂടെ കാണും. അപ്പം നിങ്ങളെല്ലാം സംഘടന സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരാണ്. പക്ഷെ ആ രാഷ്ട്രീയത്തിനുപരി SNDP സ്നേഹിക്കുക, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംഘടന പറയുന്ന കാര്യം കേൾക്കാനും വിളിക്കുമ്പോൾ ഒത്തുകൂടി വരാനും കേരളത്തിൽ ഇത്തരം അർപ്പണ മനോഭാവം കാണിക്കുന്ന ആളുകൾ ജീവസമായത്തിൽപ്പെട്ടവർ ഇടുക്കിയിലുള്ളതുപോലെ മറ്റു പല പ്രദേശത്തും ഇല്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. നിങ്ങളിപ്പോൾ കൊടുത്താൽ ഞാൻ പറയാം. കൊടുക്ക മേടിക്കുക കാര്യത്തിൽ മേടിച്ച പണങ്ങളെല്ലാം കൃത്യമായി അടച്ചു. അന്ന് 1 ലക്ഷം കൊടുത്തുവെങ്കിൽ ഇപ്പോൾ ഇന്ന് ആൾ 2 ലക്ഷം ഇതൊക്കെ മേടിക്കുകയാണ്. ബാങ്കിനും വലിയ വിശ്വാസമായി. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളൊന്ന് ആക്കൂ. ഇപ്പോൾ ബിജുമാധവൻ്റെ യൂണിയൻ ഓഫീസിൻ്റെ സ്ഥിതി എന്താണ്? അട്ടപ്പന, അതിൻ്റെ അപ്പുറത്തുള്ള പച്ചടി ശാഖയുടെ സാമ്പത്തിക നെടുങ്കണ്ടം, അതിൻ്റെയൊക്കെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അവർ വളരെ സാമ്പത്തികമായി ഉയർന്നില്ലേ? അവിടെ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാം ഒന്നായാൽ നമുക്ക് നന്നാകാൻ സാധിക്കും. പക്ഷെ അന്ന് നന്നായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഈ മലയോര പ്രദേശത്ത് വിദ്യാഭ്യാസപരമായുള്ളൊരു പുരോഗതിക്ക് നേടാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോലും. ഇതിൻ്റെ കുറവ് പരിഹരിക്കാനാണ് ഒരു കോളേജ് ഞാൻ പാമ്പനാർ ഒറ്റ പിള്ളേർ പഠിക്കാൻ പറ്റില്ല. ഒരു കോമ്പൻസേഷൻ, ഒരു ഫീസല്ലാതെ സർക്കാർ ഡൊണേഷൻ പോലും നേരം തോട്ടത്തൊഴിലാളികളുടെ പ്രദേശമാണ്. എത്രയോ കോടി രൂപ അവിടെ മറ്റുള്ള പ്രദേശത്തൊന്നും ആരും ചെയ്യുന്നില്ല.
ഈ എല്ലാ ഭരണം വരുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊരു പുരോഗതി നേടുവാനുള്ള അവസരമോ അതിനുള്ള അവകാശമോ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ആരും തരാറ്. ഓരോ മതത്തിൻ്റെയും പേര് പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഏത് മതമാണ്? അതിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരാണ്. അവൻ നയിക്കുന്ന മതനേതാക്കന്മാരാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം ലീഗ് എന്ന മുസ്ലിം കൂട്ടായ്മയാണ്. അവരെ നയിക്കുന്നവരാണ് തങ്ങൾ ആത്മീയ നേതാക്കൾ. പക്ഷെ അവരെല്ലാം എവിടെ എത്തി? ആത്മീയയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സംഘടിച്ച് ശക്തമായി വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ എന്തെല്ലാം അവകാശങ്ങളും അധികാരവും അവർ കൊണ്ടുപോയപ്പോൾ നമുക്കെന്ത് നേടാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് വോട്ട് വരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ എല്ലാം നിൽക്കുന്നതല്ല ഈ ന്യൂനപക്ഷങ്ങൾ തന്നെ നിർത്തും. ഭൂരിപക്ഷത്തിന് ഒരു പരിരക്ഷ ആരും ഒന്നായില്ല. എണ്ണം വരുമ്പോൾ എല്ലാം ഞങ്ങളാണെന്ന് പറയും. നമ്മളാരും മിണ്ടാനും പോവില്ല. കാരണം അവർക്ക് അധികാരത്തിൻ്റെ അകത്തരങ്ങളിൽ പറയാനും പറയിപ്പിക്കുവാനാണ്. അങ്ങനെ പറയാനും പറയിപ്പിക്കാൻ ആൾ വന്നപ്പോൾ ഈ രാജ്യത്ത് സമ്പത്ത് ചോർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ലേ? നിങ്ങളെന്താ ആലോചിച്ച് നോക്കൂ. മുസ്ലിം സമുദായത്തിൽ അവർക്ക് എത്രയോ കോളേജ് സ്കൂളുകളാണ്. ഇത് ശമ്പളം കൊടുക്കുന്ന ആരാണ്? അവരവരുടെ സമുദായത്തെ പഠിപ്പിക്കാനുള്ള ശമ്പളം പോലും സർക്കാർ കൊടുക്കുന്നില്ലേ? ഇപ്രയോജനമില്ലേ? ക്രിസ്ത്യൻ സമുദായത്തിൽ സിസ്റ്റേഴ്സിന് ജീവിക്കാൻ മാർഗമില്ലാണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോവുകയാണ്. നമ്മളിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് ആർക്കും പെൻഷൻ തരണം. നമ്മളറിയാതെ എന്തെല്ലാം പരിഷ്കാരം ഈ രാജ്യത്ത് നിന്ന് ഇപ്പോൾ ജനാധിപത്യം പോയപ്പോൾ ജനാധിപത്യം പോയിട്ട് മതാധിപത്യം കൊടികെട്ടി വാഴ്ന്നുകൊണ്ട് അവർ വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിലൂടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ചോർത്തിയെടുത്ത് അവർ വലുതായപ്പോൾ ഇടുക്കി തന്നെ ഈ ഭൂമി ആരെങ്കിലും നിങ്ങൾക്ക് 1 ഏക്കറോ 1.5 ഏക്കറോ അത്രയും നിങ്ങളുടെ പൂർവ്വകേറി എത്രയോ കൊല്ലത്തെ അധ്വാനം അത് തന്നെ എത്രയോ അഭിമാനത്തോടു കൂടിയാണ് പറയണത്.